ഉള്ളത്. അടുത്ത മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുന്നു. മഞ്ചേശ്വരം. കനത്ത മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്ന കെ സുരേന്ദ്രന്റെ വരവോടുകൂടി മണ്ഡലം ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിലെ MLA AK അഷ്റഫ്. റാങ്ക് എത്രയാണ്? 25. റാങ്ക് 25. മാർക്ക് എത്രയാണ് എന്നത് പ്രേക്ഷകർക്കറിയാം. മാർക്ക് മാർക്ക് 79.5. 79.5. മികച്ച മാർക്കാണ്, മോശം മാർക്കല്ല. മാത്രമല്ല AK അഷ്റഫിന്റെ ഷിരൂരിലെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഷിരൂരിൽ അർജുന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AK അഷ്റഫ് ഷിരൂരിൽ നടത്തിയ തെരച്ചിലിനോടൊപ്പം നടത്തിയ എഫേർട്ടുകൾ അവിടെ തുടരുകയായിരുന്നു. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമയം ഷിരൂരിൽ അർജുനെ തിരയാൻ വേണ്ടിയിട്ടുണ്ടായ കേരളത്തിൽ നിന്ന് ജനപ്രതിനിധിയുടെ പേര് AK. എല്ലാ ജനകീയ വിഷയങ്ങളും ഇപ്പൊ ഈ ടോളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അറസ്റ്റ് വരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ആ മണ്ഡലത്തിലെ കഴിഞ്ഞ തവണത്തെ മാൻഡേറ്റ് ആണ് ഏറ്റവും ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യം. ടൈറ്റ് ആണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MLAക്ക് മാർക്ക് കുറയ്ക്കാൻ പ്രതിപക്ഷത്തുള്ളവർ ഇറങ്ങിയിട്ടുണ്ട് അല്ലെ? 855 വോട്ടിന്റെ വ്യത്യാസം. അതായത് ധർമ്മടത്തും ഹരിപ്പാടും ആന്റി ഇൻകുംബൻസി MLA മാർക്ക് അത്ര ശക്തമല്ല. അവിടെ പ്രതിപക്ഷം അവരെ പരാജയപ്പെടുത്തുന്ന ശക്തി ആർജിച്ചിട്ടില്ല. പക്ഷേ മഞ്ചേശ്വരത്ത് വേണമെങ്കിൽ അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ്. 745 ഭൂരിപക്ഷം. അതെ, അപ്പൊ നേരിയ മാർജിനാണ്. അപ്പൊ 79.5 മാർക്കാണ് നിലവിൽ AK അഷ്റഫിന് കിട്ടിയത്. റാങ്ക് അപ്പോഴും കേരളത്തിലെ 140 MLA-മാരിൽ 25ാം റാങ്ക് എന്നുള്ളത് ഒരു മോശം റാങ്ക് അല്ല. തീരെയല്ല. മാത്രമല്ല 100-ൽ 79.5 എന്ന് പറഞ്ഞാൽ 0.5 ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ പറയും 79.5 ആണെങ്കിൽ അത് 80 ആണ് എന്നാണ് പറയുക. ഡിസ്റ്റിങ്ഷൻ മാർക്കുണ്ട് AK അഷ്റഫിന് ആ അർത്ഥത്തിൽ. മാത്രമല്ല ബാക്കി പിന്നിലാണല്ലോ 115 MLA-മാർ. AK അഷ്റഫിന് പിന്നിലാണ് കേരളത്തിലെ ബാക്കിയുള്ള 115 MLA-മാർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ഇപ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് BJP കെ സുരേന്ദ്രനാണ്, പിന്നെ AK അഷ്റഫാണ്, കോൺഗ്രസ് CPM നല്ല സ്ഥാനാർത്ഥിയാണ്. അപ്പം ഒരു ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലത്ത് AK അഷ്റഫിന് ഇത്രയധികം മാർക്ക് കിട്ടുക എന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. മത്സരങ്ങൾക്ക് ശേഷം കെ സുരേന്ദ്രൻ വീണ്ടും ഭാഗ്യപരീക്ഷണത്തിനും രാഷ്ട്രീയ പരീക്ഷണത്തിനും ഇറങ്ങുന്ന ഇടം. BJPയുടെ ഏറ്റവും ആദ്യം പ്രചരണത്തിന് ഇറങ്ങിയ നേതാവാണ് കെ സുരേന്ദ്രൻ.